ഈ ജൂനിയർ പോയി കഴിയുമ്പോൾ ഹീറോയ്ക്ക് പെട്ടെന്ന് ഈ വില്ലന്റെ ഈ രൂപമുള്ള യഥാർത്ഥ വില്ലന്റെ ചില ഓർമ്മകളൊക്കെ വരുന്നുണ്ടാവും. എനിക്ക് എന്തുകൊണ്ട് അവന്റെ ഓർമ്മകൾ വരുന്നു എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഹീറോയ്ക്ക്. അങ്ങനെ ഒരു പ്രതിയെ കിട്ടിയല്ലോ, അയാളുടെ മൊഴിയും കിട്ടി. പ്രതിയെ കാണാൻ വേണ്ടി ചീഫും പോലീസുകാരും വരും. നീ എങ്ങനെയാണ് ഇയാളെ പിടിച്ചതെന്ന് ജൂനിയറോട് ചോദിക്കുമ്പോൾ അവൻ പറയും അനോണിമസ് ടിപ്പ് കിട്ടിയതാണെന്ന്. അതാരാണെന്ന് അന്വേഷിച്ചോ, ആ ടിപ്സ്റ്റർ ആരാണെന്ന് നീ അന്വേഷിച്ചോ ചോദിക്കും ചീഫ്. അത് കേട്ട ജൂനിയർ, സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ സിനിമ കാണാറില്ലേ, അതില് ബോഡികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന പോലെ, സ്വാപ്പ് ആകുന്ന പോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളത് വിശ്വസിക്കുമോ? ചീഫ് ചോദിക്കും, നീ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ നിന്നോട് ചോദിച്ച കാര്യം എന്താ? നീ ഇപ്പൊ പറയുന്ന കാര്യം എന്താ? സിനിമയ്ക്ക് വിളിക്കാണോ എന്നെ? അതിന് ജൂനിയർ, സാർ എനിക്ക് അനോണിമസ് ടിപ്പ് തന്നത് ചോയിയാണ്, നമ്മുടെ പ്രൈം സസ്പെക്ട്. ചോയ് പറയുന്നത് അവൻ ജയവാനാണെന്നാണ്. കണ്ണടച്ച് അവൻ പറയുന്നത് കേട്ടാൽ നമ്മുടെ ജയവാനെ പോലെ തന്നെ ഉണ്ട്. അവരുടെ ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നാണ് അവൻ പറയുന്നത്. അവനാണ് ഈ ടിപ്പ് തന്ന് കിളവനെ പിടിക്കാനുള്ള ടിപ്പ് തന്നു. ഇത് കുറച്ചേരം കേട്ടിരുന്ന ചീഫ് പെട്ടെന്ന് ടെൻഷനായിട്ട്, നിനക്ക് എന്നെ കണ്ട മണ്ടനായിട്ട് തോന്നുന്നുണ്ടോ? നീ എന്നോട് പറഞ്ഞതുപോലെ ആരോടെങ്കിലും പറയരുത്. ചെന്ന് ശരിക്കുള്ള ടിപ്സ്റ്ററെ കണ്ടുപിടിച്ചോണ്ട് വാ, എനിക്ക് വേറെ ജോലിയുണ്ടെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ഇറങ്ങിപ്പോകും. അത് കഴിഞ്ഞ് അന്ന് വൈകിട്ട് ജൂനിയർ ഹീറോയുടെ വീട്ടിൽ ചെന്ന് എല്ലാരെയും കണ്ടുമുട്ടി സംസാരിക്കും. ഹീറോ അവനോട് ചോദിക്കും, നിനക്ക് എവിടുന്നാണ് ഇൻഫർമേഷൻ കിട്ടി നീ ആ തന്തയെ പിടിച്ചതെന്ന്. അതിന് ജൂനിയർ ഒരു അനോണിമസ് ടിപ്പാണെന്ന് പറയും. അത് കേട്ട ഹീറോ, ഒരു വെരിഫൈഡ് ആവാത്ത ടിപ്പ് വെച്ചിട്ടാണോ നീ അവനെ പിടിച്ചത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ എൻ്റെ അടുത്ത് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അതിന് ജൂനിയർ, ഞാൻ നിങ്ങളോട് എന്തിനാ മറയ്ക്കുന്നത് സാർ, എനിക്കതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഹീറോയുടെ മോളോട്, മോളെ നിനക്ക് എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവുകയാണെങ്കിൽ ഞാനുണ്ട് കേട്ടോ, എപ്പോഴും പേടിക്കരുത്. ആരെങ്കിലും നിന്നെ വഴക്ക് പറയുകയാണെങ്കിൽ തന്നെ നീ എന്നോട് പറയണേ എന്ന് പറയും. ഇതിൽ തന്നെ ഹീറോയുടെ രൂപത്തിലുള്ള വില്ലന് മനസ്സിലാകും ജൂനിയർക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിയെന്ന്. പിറ്റേന്ന് നമ്മുടെ ചീഫിനും ഹീറോയുടെ ആക്ടിവിറ്റീസിൽ എന്തൊക്കെയോ ഒരു കുഴപ്പമുള്ളതായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ പുള്ളി ചോദിക്കുന്നൊന്നുമില്ല. ആ സമയത്താണ് നമ്മുടെ ശരിക്കുള്ള ഹീറോ, വില്ലന്റെ രൂപത്തിലുള്ള ഹീറോ, കില്ലർമാരിലെ മൂന്നാമനെ തേടി വരുന്നു. ഒരു ഇറച്ചിവെട്ട് കടയിൽ ജോലി ചെയ്യാതിരിക്കും അവൻ. ഹീറോയെ കണ്ട ഉടനെ കത്തിയെടുത്തുകൊണ്ട് അവൻ മാറിപ്പോകുന്നുണ്ട്. ഹീറോ പുറകെ ചെല്ലും. ഒളിച്ചിരുന്നവൻ ആ കത്തി കൊണ്ട് ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഹീറോ അവിടുന്ന് തെന്നി മാറും. അപ്പൊ കില്ലർ, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞതായിരുന്നു ഉപയോഗം കഴിഞ്ഞ് അവരെ വലിച്ചെറിയാന്ന്. പക്ഷെ നീയാടാ പ്രാന്ത അവരെല്ലാം കൊന്ന് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ് പോലീസുകാരന്മാര് തൊല്ലയായത്. അപ്പൊ ഹീറോ, എവിടെയാടാ നാലാമൻ യോഹാൻ? അവൻ എവിടെയാണെന്ന് നിനക്ക് മാത്രമേ അറിയൂ. അവനെ നീ കാണിച്ചു തരാണെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടാന്ന് പറയും. ഇത് കേട്ട് ആ കില്ലർ ആരെയാ വെറുതെ വിടാന്ന് കാണാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞാട്ടി നടക്കുന്നു. ഹീറോ അവനെ വലിച്ചെടുത്ത് നിലത്തടിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് പഴയ ചില മെമ്മറീസ് കയറി തല പെരുത്ത് വേദനിക്കാൻ തുടങ്ങുമ്പോൾ ആ കിട്ടിയ ഗ്യാപ്പിന് ഈ കില്ലർ ചുറ്റിയെടുത്ത് ഹീറോയുടെ മണ്ടയ്ക്ക് ഒരൊറ്റ അടി വെച്ചു കൊടുക്കും. ഈ സമയത്ത് സ്പോട്ടിലേക്ക് നമ്മുടെ ജൂനിയർ പോലീസുകാരൻ വന്നിട്ടുണ്ട്. എന്നാൽ അവൻ എത്ര വിളിച്ചിട്ടും ഹീറോയ്ക്ക് കിട്ടുന്നില്ല. ഹീറോയപ്പ കില്ലർ അടിച്ചു കെട്ടിത്തൂക്കി വെച്ചിരിക്കുകയാണ്. പെണ്ണുങ്ങളിങ്ങനെ കെട്ടിത്തൂക്കി നീ അനുഭവിച്ച സുഖമല്ലേ, അത് നിന്നെ കെട്ടിത്തൂക്കി ഞാൻ ഇന്ന് അനുഭവിക്കാൻ പോവാ. മൂന്നാമത്തെ പെണ്ണിന്റെ കൈകൾ നീ വെട്ടിയെടുത്തില്ലേ, അതേപോലെ ഞാൻ നിന്റെ കൈകൾ വെട്ടിയെടുക്കട്ടെ എന്നും പറഞ്ഞ് കില്ലർ ഹീറോയുടെ കൈ മുറിക്കാൻ തുടങ്ങും കത്തിയോണ്ട്. ഈ സമയത്ത് ആശുപത്രി കിടക്കുന്ന രണ്ടാം കില്ലർ, തന്ത കില്ലറെ ഹീറോ കാണാൻ വരുന്നുണ്ട്. ഹീറോ വേഷത്തിലുള്ള വില്ലൻ. ആ തന്ത കില്ലർ പറയും, എന്നെ ജയിലിൽ പൂട്ടാന്ന് നീയൊന്നും വിചാരിക്കണ്ട. അൺഒഫീഷ്യലായി എന്നെ പീഡിപ്പിച്ചിട്ടാണ് നിങ്ങൾ ആ കൺഫെഷൻ എഴുതി വാങ്ങിച്ചതെന്ന് ഞാൻ ഹ്യൂമൻ റൈറ്റ്സുകാരോട് പറയും. ഒരു പോലീസും രക്ഷപ്പെടാൻ പോകുന്നില്ലടാ എന്നയാൾ പറയുമ്പോൾ ഹീറോ, എന്നെ കണ്ട നിനക്ക് പോലീസായിട്ട് തോന്നുന്നുണ്ടോടാ? നീയൊക്കെ എന്നെ ചതിച്ചിട്ട് രക്ഷപ്പെട്ടു പോകാന്ന് വിചാരിച്ചോ എന്ന് ഹീറോ ചോദിക്കുമ്പോഴാണ് ആ തന്തയ്ക്ക് മനസ്സിലാവുക വന്നിരിക്കുന്നത് ശരിക്കും പോലീസുകാരനല്ല എന്നുള്ളത്. ഈ സമയത്ത് മൂന്നാമത്തെ കില്ലർ ഹീറോയുടെ കൈ പകുതി മുറിച്ച് എന്തോ ഒരു കുറവുണ്ടല്ലോ, ആ പാട്ടിന്റെ കുറവുണ്ട്, അത് ഞാനിപ്പോൾ വെച്ചുതരാമെന്നും പറഞ്ഞ് പാട്ട് വെച്ച് കഴിഞ്ഞ് വീണ്ടും മുറിക്കാൻ വേണ്ടി വരും. ഈ പകുതി കൈ മുറിഞ്ഞ് കുറെ രക്തം വാർന്നു പോകുമ്പോൾ ഹീറോയുടെ ബ്രെയിൻ എന്തോ സംഭവിച്ച് അതിലെ പഴയ ഓർമ്മകളൊക്കെ തെളിഞ്ഞ് കാണാൻ തുടങ്ങും. അപ്പോഴാണ് അന്ന് കാട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് ഹീറോയ്ക്ക് ഓർമ്മ വരിക. അന്ന് കാട്ടി വെച്ച് ഹീറോയും നമ്മുടെ മെയിൻ വില്ലനും തമ്മിൽ പൊരിഞ്ഞാട്ടി. അടിയിലാ കില്ലറെ കീഴ്പ്പെടുത്തി, നിന്നെ ഞാൻ കൊണ്ടുപോകുന്നു, നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടെന്ന് ഹീറോ പറയുമ്പോൾ വില്ലൻ പറയും, നിന്നെ കൊണ്ട് ഒരു വാക്കുപോലും എന്നെ കൊണ്ട് പറയിക്കാൻ കഴിയുമെന്ന് നീ വിചാരിക്കണ്ട. എന്നെ വേണമെങ്കിൽ പിടിച്ചു വെച്ചോ, പക്ഷെ അവന്മാര് ഇനിയും പെണ്ണുങ്ങളെ കൊന്നുകൊണ്ടേയിരിക്കും. രക്തത്തിന്റെ രുചി അറിഞ്ഞവന്മാര് അത് നിർത്താൻ പോകുന്നില്ല. അപ്പൊ ഹീറോ, ഞാൻ അങ്ങനെ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല, പോലീസുകാർക്ക് നിന്നെ ഇട്ടുകൊടുക്കാൻ പോകുന്നില്ല, നീ എളുപ്പത്തിൽ ഇറങ്ങിപ്പോക്കും, നിനക്കെതിരെ എവിഡൻസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് ഹീറോയാണ് പോലീസുകാരെ കാണിക്കാതെ ഇവൻ എടുത്തുകൊണ്ട് പോകുന്നു ഈ കില്ലറെ. സോ പോലീസുകാരെല്ലാം രാത്രി ഹീറോയെയും കില്ലറെയും തിരഞ്ഞെടുക്കുമ്പോൾ ഹീറോ അവർ കാണാത്ത ഈ ചങ്ങു ഫാമിലേക്ക് കില്ലറെ പിടിച്ചോണ്ട് വരും. എന്നിട്ട് ആ പഴയ വാനിനകത്ത് എടുത്തിട്ട് എത്ര നേരം നിനക്ക് പിടിച്ചു വെക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അതിനകത്ത് പൂട്ടിവെച്ച് പിറ്റേന്ന് കടയിലേക്ക് പോയി കുറേയധികം സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവനെ വാനിൽ നിന്ന് പുറത്തിറക്കി ഒരു ഷെഡിൽ കെട്ടിവെക്കും. എന്നിട്ട് അവനോട് പറയും, നിനക്കുള്ള ധൈര്യം ഞങ്ങൾ നിയമത്തിന്
നിയമത്തിന്റെ വേലിക്കകത്ത് നിന്ന് പ്രവർത്തിക്കണം എന്നതാണ്. എന്നാൽ ആ നിയമവേലി ഞാൻ നിനക്ക് തരാൻ പോകുന്നില്ല. എത്ര നേരം നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ഹീറോ അവനെ പൊതിരെ തല്ലാൻ തുടങ്ങും. ദിവസങ്ങളോളം അവനെ കെട്ടിവെച്ച് അടിക്കുകയാണ്. എന്നാൽ അവൻ ഒരക്ഷരം മിണ്ടുന്നില്ല. അടിയും കൊണ്ട് ചോരയും തുപ്പി ചിരിച്ചിരിക്കുക. അവസാനം ഷോക്ക് അടുപ്പിക്കുന്ന മെഷീൻ വെച്ചിട്ടും അവൻ എർത്ത് കൊടുത്ത് ഹീറോ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. എന്നാൽ അവൻ കൊലപാതകങ്ങളെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. എനിക്കുമേൽ നിനക്കൊരു പവറും ഇല്ല, അധികാരവും ഇല്ലടാ. നീ എന്നെ വെച്ച് എത്ര കളി കളിച്ചാലും ഞാനാണ് നിന്നെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ വേണമെങ്കിൽ ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ കാണിക്കാന്നും പറഞ്ഞ് ഇവൻ നാക്ക് കടിച്ച് മുറിക്കാൻ ശ്രമിക്കും. ഹീറോ ഓടി വന്ന് അവന്റെ വായിലേക്ക് കൈയിട്ട് അവനെ തടയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ മുട്ടുകുത്തിയിരുന്ന് യാചിക്ക്. ഞാൻ ബാക്കിയുള്ള 3 പേര് ഏതെങ്കിലും ഒരുത്തനെ നിനക്ക് ഭിക്ഷയായിട്ട് തരാം എന്നും പറഞ്ഞ് അവൻ ചിരിക്കാൻ തുടങ്ങും. അന്ന് വൈകിട്ട് റേഡിയോയിലൂടെ പുതിയൊരു പെണ്ണിനെ കൊന്നു, ഈ കില്ലേഴ്സ് കൊന്നു എന്നുള്ള ന്യൂസ് ഹീറോ കേൾക്കും. ദേഷ്യം പിടിച്ച് ഹീറോ ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് ഇവന്റെ കഴുത്തി വെച്ച് സത്യം പറയടാ ബാക്കിയുള്ളവരെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കില്ലർ, നിനക്കെന്നെ കൊല്ലാൻ പറ്റുമെങ്കിൽ കൊല്ലടാ. കൊല്ലുന്നതിന്റെ സുഖം എന്താണെന്ന് നീയും മനസ്സിലാക്കുക. കഴുത്തിന്റെ മസിലിലേക്ക് കത്തി ഇറങ്ങുമ്പോൾ ബലപ്പെട്ടറക്കണം. നിനക്കതറിയില്ല. എന്റെ കെട്ടഴിച്ചു വിട്, ഞാൻ നിനക്ക് പറഞ്ഞുതരാം. സോ ഇവനെ എന്ത് ചെയ്താലും ഇവൻ വാ തുറക്കില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഹീറോ നമ്മുടെ ഡോക്ടറെ ചെന്ന് കാണുവാണ്. ഡോക്ടർ ഇവനെ കണ്ട് ഷോക്കായി. നീ ഇത്രയും കാലം എവിടെയായിരുന്നടാ? നിന്നെ എല്ലാ പോലീസും തപ്പി നടക്കുകയാണെന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഞാൻ ആ കില്ലറുടെ കൂടെയുണ്ട്. അവൻ സത്യമൊന്നും പറയുന്നില്ല. അവനെതിരെ എവിഡൻസും ഇല്ല. അകത്ത് പിടിച്ചിട്ടാലും അവൻ ഈസി ആയിട്ട് ഇറങ്ങിപ്പോകും. അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും സത്യം പറയിക്കണം. ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഒരു ഡെവിളിനെ പോലെയാണ് അവൻ കാണിക്കുന്നത്. കൊന്നാലും ഒരു അക്ഷരം അവൻ മിണ്ടുന്നില്ല. നിങ്ങൾ എന്നെ സഹായിക്കണം. എന്തെങ്കിലും മാർഗമുണ്ടോ? ഇവന്മാരൊന്നും രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. മെഡിക്കലിൽ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ എന്നെ സഹായിക്കുമെന്ന് ഹീറോ പറയുമ്പോൾ ഈ ഡോക്ടർ ഹീറോനെ അയാളുടെ ലാബിലേക്ക് വിളിച്ചുകൊണ്ട് പോയി ചില മരുന്നുകൾ കൊടുക്കും. ഇതെല്ലാം ബാൻ ചെയ്ത മരുന്നുകളാണ്. തീവ്രവാദികളെയും സ്പൈകളെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് കാലങ്ങൾക്ക് മുന്നേ ഉപയോഗിച്ചിരുന്നതാണ്. എന്നാൽ ഇത് ഉപയോഗിച്ച പല സസ്പെക്റ്റുകളും മരണപ്പെടുകയുണ്ടായി. അതുകൊണ്ടാണ് ഇത് ബാൻ ചെയ്ത്. ഇത് സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. ഡോസ് കൂടാൻ പാടില്ല. പതിയെ ഓരോ ദിവസവും ഞാൻ പറയുന്ന ഡോസുകൾ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അവന്റെ തലയ്ക്കകത്തുള്ള എല്ലാ കാര്യങ്ങളും ഒരു കമ്പ്യൂട്ടർ മെമ്മറി പോലെ നിനക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അതിനൊപ്പം പുതിയ ന്യൂ ഇൻഫർമേഷൻസും അവന്റെ തലയ്ക്കകത്തേക്ക് കൊടുക്കാം. ഒരു ഹാർഡ് ഡിസ്ക് പോലെ. ഈ പുതിയ കാര്യങ്ങളും കൊടുക്കാം എന്ന് മനസ്സിലാക്കിയ ഹീറോ ആദ്യം കില്ലർക്ക് ഇഞ്ചക്ഷൻ കൊടുത്ത് അവന്റെ തലയ്ക്കകത്തുള്ള ഓരോ കാര്യങ്ങളായിട്ട് ചോദിച്ച് മനസ്സിലാക്കും. ഈ ഇഞ്ചക്ഷൻ കൊടുത്തു നല്ല ഡോസ് ആകുമ്പോൾ നീ പിടിക്കപ്പെടാനുള്ള കാരണം എന്തായിരുന്നു എന്ന് അവനോട് ആദ്യം ചോദിക്കും. അപ്പൊ കില്ലർ പറയും, കൂടുള്ളവന്മാരാണ് ചതിച്ചതെന്ന്. പോലീസിന് ടിപ്പ് കൊടുത്തത് അവന്മാരാണ്. അവന്മാരെ എങ്ങനെയാണ് പിടിക്കാൻ പറ്റുക? അവന്മാരുടെ ഡീറ്റെയിൽസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ കില്ലർ പറയും, അവന്മാരെ ആരെ കൊണ്ടും പിടിക്കാൻ പറ്റില്ല. എന്നെ കൊണ്ട് മാത്രമേ അവന്മാരെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം അതിലൊരുത്തൻ ഹോംലെസ്സും മറ്റവൻ ഓർഫനും വേറൊരുത്തൻ ഇല്ലീഗൽ ഏലിയനുമാണ്. അവർക്ക് വീടോ സ്ഥിര ജോലിയോ ഐഡിയോ ഒന്നുമില്ല. ഒന്നും തന്നെ ഇല്ലാത്ത ആത്മാക്കളെ പോലെയാണ് അവന്മാര്. കുടുംബമോ ഫ്രണ്ട്സോ ആരുമില്ല. അങ്ങനെയുള്ളവന്മാരെ ഞാൻ തേടി കണ്ടുപിടിച്ചതാണ്. എനിക്ക് മാത്രമേ വീണ്ടും അവന്മാരെ തേടി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ഈ കില്ലർക്ക് മാത്രമേ മറ്റുള്ളവന്മാരെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഹീറോ അവന് വീണ്ടും ഇഞ്ചക്ഷൻ കൊടുത്ത് അവന്റെ തലയ്ക്കകത്തുള്ള മെമ്മറീസിനെ എല്ലാം മാറ്റി പുതിയ ഇൻഫർമേഷൻസ് കൊടുക്കും. അവന്റെ പേര് ഹീറോയുടെ പേരാണെന്നും അവൻ ഇന്ന പോലെ പോലീസിൽ വർക്ക് ചെയ്യാണെന്നും അവന് കുടുംബമുണ്ടെന്നും അവന്റെ കൂട്ടുകാർ ഇതൊക്കെയാണെന്നും പറഞ്ഞ് അവനിലെ വ്യക്തിയെ പൂർണ്ണമായിട്ട് ഹീറോ ആക്കി മാറ്റും. എന്നാൽ ഇത് സ്ഥിരമല്ല. വേറെ ചില ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് അവനെ പഴയപടിയാക്കി മാറ്റാനും പറ്റും. ഇങ്ങനെയാണ് ഹീറോയും വില്ലനും തമ്മി മാറിപ്പോകുന്നു. എന്നാൽ ശരിക്കും ഹീറോ മാറിയിട്ടില്ല. വില്ലന് മാത്രമേ ക്യാരക്ടർ ചേഞ്ച് സംഭവിച്ചിട്ടുള്ളൂ. ഇതാണ് ബഡാ ട്വിസ്റ്റ്. ഈ സംഭവങ്ങളെല്ലാം ഹീറോ തന്ത കില്ലറോട് പറയും. അയാൾ ഇത് കേട്ട് ഷോക്കായി വാ പൊളിച്ചിരിക്കുകയാണ്. ഇതുപോലത്തെ ഒരു ദ്രോഹവും ചതിയും ഞാൻ പോലും ചെയ്തിട്ടില്ലടോ. ഹീറോ ചിരിച്ചോണ്ട്, അവനാണ് നിന്നെ തളികയിൽ വെച്ച് ഞങ്ങൾക്ക് തന്നത്. അവനെയും ഞങ്ങൾ വെറുതെ വിടില്ല. എല്ലാവരെയും പിടിച്ചു കഴിഞ്ഞ് അവന്റെ തലയ്ക്കകത്തൊരു സേഫ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അത് മുഖാന്തരം അവനെ പഴയ ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരും. എന്നാൽ ഈ സമയത്ത് ഹീറോ ഒന്നും ചെയ്യാതെ തന്നെ കില്ലർക്ക് അവന്റെ പഴയ ഓർമ്മകളെല്ലാം തിരിച്ചു കിട്ടിക്കഴിഞ്ഞു. അവനാണ് കില്ലറെന്ന് അവൻ മനസ്സിലാക്കി കഴിഞ്ഞു. മനസ്സിലാക്കിയ കില്ലർ തന്റെ കൈകൾ തിരിച്ച് വളച്ചെടുത്ത് അവന്റെ കെട്ടും വിടിവിച്ചിട്ട് നീ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നോടാന്ന് ചോദിച്ച് മൂന്നാമന്റെ അടുത്തേക്ക് വരും. അപ്പൊ മൂന്നാമനാണെങ്കിൽ ഞാൻ നിന്നെ കാണിച്ചു കൊടുത്തിട്ടില്ല. അവര് പറഞ്ഞപ്പോ എനിക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല, അത്രയേ ഉള്ളൂ. നീ ഓൾഡ് മാനെ പോലീസിന് കൊടുത്തോണ്ട് ഞാൻ പേടിച്ചാണ്, അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്നെ വെറുതെ വിടുമെന്ന് പറഞ്ഞു അവൻ കരഞ്ഞഭിനയിച്ച് കിട്ടിയ ഗ്യാപ്പിന് മഴുവെടുത്ത് വെട്ടാൻ നോക്കുമ്പോൾ കില്ലർ അവനെ കത്തി കൊണ്ട് കുത്തിക്കഴിഞ്ഞു. വീണ്ടും കുത്തി അവനെ കൊന്നുകളയും. അത് കഴിയുമ്പോഴാണ് ഇവൻ കൊണ്ടുവന്ന ഫോൺ റിങ് ചെയ്യുന്നത്. ആദ്യ കില്ലർ കാണുക. വിളിച്ചത് നമ്മുടെ ജൂനിയർ ആയിരുന്നു. അവന് കില്ലർ സ്ഥലം പറഞ്ഞു കൊടുക്കും. ജൂനിയർ ഓടി വന്ന് സ്ഥലത്ത് നോക്കുമ്പോൾ മറ്റേ ആള് മരിച്ചു കിടക്കുന്നു. അതിനോടൊപ്പം തന്നെ ആദ്യ കില്ലറും അടിപെട്ട ഒരു മൂലയെ കിടക്കാണ്. അവൻ ഹീറോ ആണെന്നാണല്ലോ നമ്മുടെ ജൂനിയർ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കാം, അവന് ജീവനുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ്
ജൂനിയർ മൂന്നാമനെ ചെക്ക് ചെയ്യുന്ന സമയം നമ്മുടെ വില്ലൻ പുറകീന്ന് വന്ന് ജൂനിയറെ പുറത്തു കുത്തി വീഴ്ത്തും. അവസാനം വരെ നിനക്കൊക്കെ എന്നെ പറ്റിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചോ? അത് കേട്ട് ജൂനിയർ, ചേവാൻ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് വില്ലന് മനസ്സിലാവുക ഹീറോ ഈ കാര്യം ആരോടും പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ജൂനിയർ ഇപ്പോഴും വിചാരിക്കുക അത് ഹീറോ തന്നെയാണെന്നായിരിക്കും. ഇതിൽ മറ്റൊരു വിഷയം കൂടി നടന്നിട്ടുണ്ട്. ഇവന്റെ നെഞ്ചിന് മുകളിൽ ഹീറോ കീറിയത് അവന്റെ ശരീരത്ത് GPS ഡിവൈസ് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ തന്നെ അറ്റാക്ക് ചെയ്യണത് ഹീറോ ആണോ വില്ലനാണോ എന്ന് പോലും അറിയാതെ വില്ലന്റെ കുത്തുകൊണ്ട് നമ്മുടെ പാവം ജൂനിയർ മരണപ്പെടും. കുറച്ചു കഴിഞ്ഞാണ് ഹീറോയ്ക്ക് ഒരു കോള് വരുന്നത്. അവന്റെ ജൂനിയർ കൊല ചെയ്യപ്പെട്ടു. ഹീറോ സ്പോട്ടിലേക്ക് ഓടിച്ചെല്ലും. പാർട്ട്ണറെ ബോഡി കിടക്കുന്ന കണ്ട് അവൻ പൊട്ടിക്കരയാണ്. താൻ കുടിക്കാരനാണല്ലോ. അപ്പോഴാണ് മെയിൻ വില്ലൻ വിളിക്കുക. അവൻ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറയും. ഹീറോ ഓടിച്ചെന്ന് അവനെ ചവിട്ടി കൂട്ടുമ്പോൾ വില്ലൻ, എനിക്കറിയില്ലായിരുന്നു, ഞാൻ സ്പോട്ടിലേക്ക് എത്തുമ്പോഴേക്കും ജൂനിയർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. മൂന്നാമനും ജൂനിയറും തമ്മിലുള്ള വഴക്കിലാണ് അവർ രണ്ടുപേരും മരണപ്പെട്ടത് എന്നവൻ പറയും. ഹീറോയ്ക്ക് അറിയില്ലല്ലോ ഇവന് ഓർമ്മ തിരിച്ചു കിട്ടിയെന്നുള്ളത്. ഇനി അടുത്തവനെങ്കിലും ജീവനോടെ എനിക്ക് പിടിച്ചു തരണം എന്ന് പറയും ഹീറോ. എന്നിട്ട് അവനെയും വിട്ട് ഇറങ്ങി പോവുകയാണ്. വില്ലനാണെങ്കിൽ ഇവനെ പറ്റിച്ചു എന്നുള്ള സന്തോഷത്തിൽ ചിരിക്കുകയായിരിക്കും. അത് കഴിഞ്ഞ് ജൂനിയറുടെ അന്തിമ ഈ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ചീഫ് ഹീറോയോട് പറയുക, ജൂനിയർ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവൻ വിചാരിച്ചിരുന്നത് നീ ചായെന്നും ചാടെ ശരീരത്തിൽ നീ ഉണ്ടെന്നുമാണ്. എനിക്കതിന്റെ സത്യാവസ്ഥയൊന്നും അറിയില്ല. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടു. ചാ അവനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെന്തിനാണ് അവൻ തന്നെ അവനെ കൊല്ലുന്നത്? അത് കേട്ട് ഹീറോ പറയും, ചായല്ല അവനെ കൊന്നത്, മൂന്നാമനാണ്. സാറിനോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനമാവട്ടെ, അതുവരെ കാത്തിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഹീറോ പോകും. അപ്പോഴാണ് നാലാമത്തെ കില്ലർ, ഈ കില്ലേഴ്സിന്റെ കൂടെ ഉണ്ടായിരുന്ന നാലാമത്തെ ശരിക്കുള്ള കില്ലർ, അയാള് ഹീറോനെ വിളിച്ച്, ഞാൻ നിങ്ങൾക്ക് ചാനെ പിടിക്കാൻ സഹായിക്കാം, ഇന്ന സ്പോട്ടിലേക്ക് നിങ്ങൾ വരൂ എന്ന് പറയും. അതായത് മെയിൻ വില്ലനെ. പക്ഷെ ഹീറോയ്ക്കാണെങ്കിൽ മെയിൻ വില്ലനെ പിടിക്കാൻ അവന്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അവന്റെ ശരീരത്തിൽ GPS ഉണ്ടല്ലോ. മാത്രമല്ല മറ്റവനെ പിടിക്കാനാണ് ഇവനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. സോ ഹീറോ കാത്തിരിക്കുകയാണ് അവൻ എന്താ ചെയ്യണമെന്നറിയാൻ. ഈ സമയത്ത് നാലാമൻ പറഞ്ഞ അനുസരിച്ച് മെയിൻ വില്ലൻ അവന്റെ സ്പോട്ടിലേക്ക് വരും. എന്നെ പോലീസുകാർക്ക് ഇട്ടുകൊടുത്ത് നീ സുഖമായിട്ട് ജീവിക്കാന്ന് കരുതിയോ? അത് കേട്ട് നാലാമൻ പറയും, ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് തന്നെ വീണ്ടും പോലീസുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവരിങ്ങോട്ട് എത്തിയിട്ടുണ്ടാവും. ഇവര് നോക്കുമ്പോൾ ഒരു കാറ് ഈ കെട്ടിടത്തിനടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ അത് വേറെ ആരോ ആയിരിക്കും, പോലീസുകാരല്ല. വില്ലൻ ചിരിച്ചിട്ട്, പോലീസുകാർക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നണം, അതുകൊണ്ട് ഞാൻ തന്നെ നിന്നെ ഡീൽ ചെയ്യാന്ന് പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞടിയാവും. പക്ഷെ അവിടെ ഈ മെയിൻ വില്ലൻ തന്നെയാണ് ജയിക്കുക. ചുറ്റികൊണ്ട് അവന്റെ തലയ്ക്കടിച്ച് നാലാമനെ എടുത്തുകൊണ്ട് ഇവൻ പഴയ അതേ ചങ്വോ എസ്റ്റേറ്റിലേക്ക് വരും. അവിടെ വാനിനകത്തുള്ള സ്ട്രെച്ചറിൽ കിടത്തി നാലാമന്റെ 2 ചെവിയും ഇവൻ മുറിച്ചു മാറ്റും. അപ്പോഴാണ് ഹീറോ നോക്കുമ്പോൾ മെയിൻ വില്ലൻ ചങ്വോ എസ്റ്റേറ്റിലേക്ക് പോയിരിക്കുന്നത് GPS-ലൂടെ കാണുക. ഹീറോയും അതേ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. എവിടെയാടാ നാലാമെന്ന് ചോദിക്കുമ്പോൾ ഇവൻ അകത്തുണ്ടെന്ന് പറയും. ഹീറോ അകത്തേക്ക് പോകുമ്പോൾ അവന്റെ 2 ചെവിയും മുറിച്ചു വെച്ചിരിക്കുക. നീ എന്താടാ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? നിന്നോട് ആര് പറഞ്ഞിങ്ങനെ ചെയ്യാൻ? അതിന് വില്ലൻ, അവൻ ചത്തിട്ടൊന്നുമില്ല, ഞാൻ അവനെ നിങ്ങൾക്ക് തിരിച്ചു തന്നു. ഇനി എങ്ങനെ എന്റെ ബോഡി നിങ്ങൾ എനിക്ക് തിരിച്ചു തരും? അപ്പൊ ഹീറോ മൊബൈലെടുത്ത് ഒരു ശബ്ദം ഓണാക്കും. ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ വില്ലന് പഴയ ഓർമ്മകൾ തിരിച്ചു വരണം. അങ്ങനെയാണ്. എന്നാൽ വില്ലൻ അഭിനയിച്ച് കാണിച്ചിട്ട് അവസാനം വരെയും നിനക്കെന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് നീ വിചാരിച്ചോ? നിന്റെ കൂട്ടുകാരന്റെ ചങ്കി ഞാൻ കുത്തുമ്പോ ആ നിമിഷവും അവൻ വിചാരിച്ചിരുന്നത് നീയാണ് അവനെ കൊല്ലുന്നതെന്നാണ്. അതിന്റെ രസം എന്താണെന്നറിയോ? ഇത് കേട്ട ഹീറോ ദേഷ്യപ്പെട്ട് അവനെ ചാടി പിടിക്കും. എന്നാൽ പുറകെ ചാകാൻ കടന്ന പന്നി അവൻ എഴുന്നേറ്റ് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അവൻ ചാടി വന്ന് ഹീറോയെ പിടിക്കുകയാണ്. ഈ ഗ്യാപ്പിന് വില്ലൻ അവനെ കുത്തിവെച്ച മരുന്നെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും പോലീസുകാർക്ക് ഹീറോയുടെ ആക്ടിവിറ്റീസിൽ സംശയം തോന്നി. പോലീസുകാർ ഹീറോനെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടാവും. ഒരു വെടിയൊച്ച കേട്ടിട്ട് അവർ കൂട്ടത്തോടെ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട്. ഇവർ ആ പഴയ വാനിന് മുന്നിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം വാനകത്തുനിന്ന് ഇറങ്ങി വരിക വില്ലനായിരിക്കും. അവൻ പറയും, ക്യാപ്റ്റൻ, ഞാനാണ് ചേവാൻ. 1 മാസം എന്നെ കടത്തിക്കൊണ്ടുപോയി ഇവൻ എന്തൊക്കെയോ ചെയ്ത് എന്റെ ശരീരം മാറ്റിയതാണ്. ഹീറോയ്ക്കും പോലീസുകാർക്കും മാത്രം അറിയുന്ന പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പലതും ഇവൻ ക്യാപ്റ്റനോടും മറ്റു പോലീസുകാരോടും പറയും. അവരാകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഹീറോ പുറത്തേക്ക് വരിക. കുത്തുകൊണ്ട ഹീറോ. ഈ പുറത്തേക്ക് വന്ന ഹീറോ ഞാനാണ് ചാ എന്ന് മാത്രം പറയുന്നു. പോലീസുകാർക്ക് വീണ്ടും സംശയം, ഹീറോ എന്തിനാണ് അങ്ങനെ പറയുന്നത്? അപ്പൊ വില്ലൻ, കില്ലർ തന്നെ തുറന്നു പറഞ്ഞില്ലേ അവനെ വെടിവെച്ച് കൊല്ലൂന്ന് പറയും. ഹീറോ കരഞ്ഞുകൊണ്ട് വീണ്ടും പറയുന്നു, ഞാനാണ് ചാ എന്ന്. സംഭവം, ഇവൻ ആ മരുന്ന് ഹീറോയെ കുത്തിവെച്ചു. വെടികൊണ്ട് വീണത് മറ്റേ നാലാമനായിരുന്നു. ഈ മരുന്ന് കുത്തിവെച്ചിട്ട് ഇവൻ ഹീറോയോട് നിന്റെ പേര് ചാ എന്നാണെന്ന് വീണ്ടും പറഞ്ഞ് ഹീറോയുടെ മൈൻഡിൽ അവന്റെ പേര് മാത്രം ചായാക്കി മാറ്റി. എന്നാൽ ഓർമ്മകളെല്ലാം പഴയ തന്നെയാണ്. സോ എല്ലാം കൈവിട്ട് പോകണമെന്ന് മനസ്സിലാക്കിയ ഹീറോ ചാടി ഇറങ്ങി വില്ലൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. തന്റെ കയ്യിലെ കത്തി കൊണ്ട് അവനെ കുത്തിക്കൊല്ലാൻ നോക്കുമ്പോൾ പോലീസുകാർ ഇവനാണോ ഇവനാണോ എന്നറിയില്ലല്ലോ. അതുകൊണ്ട് ഹീറോയോട് കത്തി ദൂരേക്ക് വലിച്ചെറിയാൻ പറയും. എന്നാൽ ഹീറോ കേൾക്കുന്നില്ല. കുത്താനൊരുങ്ങുമ്പോൾ ക്യാപ്റ്റൻ അവനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. 2 വെടി കൊള്ളുമെങ്കിലും ഹീറോ പിന്മാറാതെ അവന്റെ നെഞ്ചിലേക്ക് തന്നെ ഹാർട്ടിലേക്ക് തന്നെ കത്തി കുത്തിയിറക്കുകയാണ്. വെടികൊണ്ട ഹീറോ ആ കത്തി അമർത്തി അവന്റെ ശരീരത്തിലേക്ക് കടക്കും.
വില്ലൻ മരിച്ചു കഴിഞ്ഞു. പോലീസുകാരെല്ലാം ഓടി വന്ന് ഹീറോയെ ചെക്ക് ചെയ്ത് നോക്കും. അങ്ങേർക്ക് ഇപ്പോഴും ശ്വാസമുണ്ട്. പെട്ടെന്ന് ഒരു ആംബുലൻസിനെ വിളിക്കൂ, ഇദ്ദേഹത്തിന് ജീവനുണ്ട് എന്ന് പറഞ്ഞ് പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറി ഓടുമ്പോൾ അവിടെ വെച്ച് ഡെവിൾസ് എന്ന മൂവി അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് സിനിമ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കാണുന്നത് വരെ, until then, it's bye from ഒരു കഥ സുലട്ടുമാസ്.